ഖത്തറിൽ കഴിഞ്ഞ വർഷത്തെ നികുതി റിട്ടേൺ സമർപ്പിക്കാനുള്ള സമയപരിധി നാളെ അവസാനിക്കും. ധരീബ ടാക്സ് പോർട്ടൽ വഴിയാണ് ടാക്സ് റിട്ടേണുകൾ ഫയൽ ചെയ്യേണ്ടത്. സമയപരിധി കഴിഞ്ഞാൽ പിഴ ഒടുക്കേണ്ടി വരുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. നേരത്തെ ഏപ്രിൽ 30-നകം നികുതി റിട്ടേണുകൾ ഫയൽ ചെയ്യണമെന്നായിരുന്നു ജനറൽ ടാക്സ് അതോറിറ്റി നിർദ്ദേശിച്ചിരുന്നത്. ഇത് പിന്നീട് 4 മാസം നീട്ടി ആഗസ്റ്റ് 31 ആക്കുകയായിരുന്നു. സാമ്പത്തിക പിഴകളിലെ 100% ഇളവും ഇതോടൊപ്പം അവസാനിക്കും. ഖത്തറിനകത്ത് കമേഴ്സ്യൽ രജിസ്റ്ററോ വ്യാപാര ലൈസൻസോ ഉള്ള സ്ഥാപനങ്ങളാണ് നികുതി റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്. ഈ ഓഗസ്റ്റ് 31 മുമ്പ് നമ്മൾ ടാക്സ് ഫയൽ ചെയ്യുകയാണെങ്കിൽ ഇതുവരെ മുൻപുണ്ടായിരുന്ന എല്ലാ പെനാൽറ്റീസും വെയ്വ് ചെയ്ത് കിട്ടും. ജനറൽ ടാക്സ് അതോറിറ്റിയുടെ വലിയൊരു സ്കീമാണ്. പ്രത്യേകിച്ചും ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇപ്പോൾ ഒരു ഷെയർ ട്രാൻസ്ഫർ ചെയ്യണം, വേറെ ആൾക്ക് വിൽക്കണമെന്നുണ്ടെങ്കിൽ പോലും ക്ലിയറൻസ് കിട്ടാത്തൊരു അവസ്ഥയുള്ളത് ഈ പെനാൽറ്റി ഉള്ളതുകൊണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തുകൊണ്ട് ഇതുവരെയുള്ള ഓഡിറ്റ് കഴിഞ്ഞ് ഫൈനാൻഷ്യൽ റിപ്പോർട്ട് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുൻപുള്ള എല്ലാ പെനാൽറ്റീസും ഒഴിവായി കിട്ടി നമുക്ക് നമ്മുടെ അക്കൗണ്ട് വളരെ ക്ലീൻ ആകുന്ന വലിയൊരു അവസരമാണ്. സമയപരിധിക്കകം റിട്ടേൺ ഫയൽ ചെയ്യുന്നവർക്കാണ് ടാക്സ് അതോറിറ്റി 100% സാമ്പത്തിക പിഴ ഇളവ് പ്രഖ്യാപിച്ചിരുന്നത്. ധരീബ പോർട്ടൽ വഴി ഇതിനായി പ്രത്യേക ഇളവ് അപേക്ഷ സമർപ്പിക്കണം. ആവശ്യമായ രേഖകളും നൽകേണ്ടതുണ്ട്. അധിക സാമ്പത്തിക ഭാരങ്ങളില്ലാതെ ടാക്സ് സ്റ്റാറ്റസ് തീർക്കാനുള്ള അവസരമാണ് ഇതെന്ന് ടാക്സ് അതോറിറ്റി ഓർമ്മിപ്പിച്ചിരുന്നു. ഇത് ചെറുകിട ബിസിനസ്സുകാരൊക്കെ അവർക്കൊരു പക്ഷേ അറിവുണ്ടാവില്ല, അല്ലെങ്കിൽ ഇതിൻ്റെ ആവശ്യകത ബോധ്യപ്പെട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു അവസരമാണ്. പ്രത്യേകിച്ചും വലിയ ബിസിനസ്സുകാർക്ക് അവരുടേതായ സിസ്റ്റം ഉണ്ടാവും, അവർക്കൊരു ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റ് ഓഡിറ്റിംഗ് ഒക്കെ ഉണ്ടാവും. നേരത്തെ പ്രസിദ്ധീകരിച്ച കണക്കു പ്രകാരം 4000 നികുതിദായകരാണ് ഇളവിന്റെ ആനുകൂല്യം പ്രയോജനപ്പെടുത്തിയത്. 90 കോടി ഖത്തർ റിയാലിന് മുകളിൽ ഇളവ് നൽകുകയും ചെയ്തു. മീഡിയ 1 ദോഹ.